പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ബലം പ്രയോഗിച്ച് ആളുകളെ ഇറക്കിക്കൊണ്ട് പോവുക. ഭരണകക്ഷിയിലിരിക്കുമ്പോൾ തന്നെ ഭരണകക്ഷിയിലിരിക്കുന്ന നേതാവ് പോയി പോലീസ് സ്റ്റേഷനിൽ നാളിനെ പിടിച്ചിറക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പോലീസ് എങ്ങനെ ക്രമസമാധാനം പാലിക്കാൻ പറ്റുന്നത്? അത് വലിയൊരു മിടുക്കാണെന്ന് അവരുടെ വിചാരം. പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറിയിട്ട് ഭീഷണിപ്പെടുത്തുക. അതൊക്കെ മിടുക്കാണെന്ന് വിചാരിച്ചെങ്കിലും അതൊക്കെ മലയാളത്തിൽ പറഞ്ഞ ഒരുമാതിരി ചെറ്റത്തരമാണ്, അല്ല വേറെ കാര്യങ്ങളൊന്നും പറയാൻ. അല്ല, അതിന് മിടുക്കൊന്നുമല്ല. ജനാധിപത്യത്തിൽ അത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊന്നും പറഞ്ഞവരാരും ജനാധിപത്യത്തിൽ പിടിച്ചു നിന്നില്ല. അന്വേഷ ഒരു കാര്യം എടുത്തുള്ളൂ, സ്പീക്കറുടെ ചേംബറിൽ ചാടിക്കേറിയവരുടെയൊക്കെ പിൽക്കാല രാഷ്ട്രീയ ജീവിതം നോക്കൂ, ഒരുതനും രക്ഷപ്പെട്ടിട്ടില്ല. സ്പീക്കറുടെ ചേംബറിൽ ചാടിക്കയറി, അതായത് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ്. അവിടെ ഇരിക്കുന്ന സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ വേണ്ടപ്പെട്ട ആളാണ്. സ്പീക്കർ ആരും ആയിക്കോട്ടെ, ആ കസേര തള്ളി മറിച്ചിടുക, അവിടെ കയറി നശിപ്പിക്കുക. ഇവരുടെയൊക്കെ രാഷ്ട്രീയ ഭാവി നോക്കൂ. സ്ഥാനമാനങ്ങൾ ലഭിച്ചു, പക്ഷേ പിന്നീട് അധികം നാൾ തുടരാൻ സാധിച്ചില്ല. വിവാദങ്ങളിൽപ്പെട്ട് പിന്നോട്ട് പോകേണ്ടി വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അവരൊന്നും ജനഹൃദയം, ഒരു നേതാവ് ജനഹൃദയങ്ങളിലാണ് ജീവിക്കേണ്ടത്.